ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു AI കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഐഡിയലി ഇതിലെ ടൈറ്റിൽ എംപറർ ഈസ് നോട്ട് ഓൺലി നേക്കഡ് യെസ് നെവർ നോൺ ക്ലോത്ത്സ് എന്നായിരിക്കണം ആയിരിക്കണമായിരുന്നു. അതായത് ഞാനൊരു 6 മാസമായിട്ട് വേൾഡ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഐ എം സ്റ്റഡിങ് AI ടെക്നോളജി. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്താണിത് ഈ പറയുന്ന രീതിയിൽ AGI ഉണ്ടാവുമോ, ASI ഉണ്ടാവുമോ, എന്താണ് അതിൻ്റെ അണ്ടർലൈൻ മോഡസ് ഓപ്പറandi, എങ്ങനെയാണ് ഈ സോക്കാൾഡ് ഇന്റലിജൻസ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഇതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഉപയോഗശൂന്യമായ ഒരു ടെക്നോളജിയാണ് AI എന്നാണ് മനസ്സിലായി. ഈ ഉപയോഗം എന്നുള്ള പദത്തിന് തന്നെ കുറച്ച് ബ്രോഡായിട്ട് ചിന്തിക്കേണ്ട കാര്യം. ഈ കറണ്ട് AI മാഡ്നസ് തുടങ്ങുന്നത് 2017 ഒരു ട്രാൻസ്ഫോമർ പേപ്പർ ഇറങ്ങുകയാണ് ചെയ്തത്. ഗൂഗിളിലെ കുറച്ച് എഞ്ചിനീയേഴ്സ് 2017 അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്നുള്ളൊരു പേപ്പർ ഉണ്ടാക്കുകയാണ്. അവര് പേപ്പർ പബ്ലിഷ് ചെയ്തു. ബർട്ട് ബാർഡ് എന്നൊക്കെ പറഞ്ഞ് സ്മോൾ ലാംഗ്വേജ് മോഡൽസ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു എന്താ പറയാ, ലാംഗ്വേജ് ഇസ് ദി സോഴ്സ് ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ എന്താ ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം എന്നുള്ള തിയറി ഒക്കെ ഉണ്ട്, സാപ്പർ-വോർഫ് ഹൈപ്പോത്തസിസ് അങ്ങനെയൊക്കെ. അപ്പോ ഈ ലാംഗ്വേജിൽ തന്നെ ചോംസ്കിയുടെ അപ്രോച്ച്, പിന്നെ എന്താ പറയാ ഈ ബയോ ഇൻസ്പയർഡ് അപ്രോച്ച്, സൈക്കോളജിക്കൽ അപ്രോച്ച്, അങ്ങനെ പല ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ അറ്റൻഷൻ പേപ്പറിന്റെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമുക്ക് ഒരു എന്താ പറയാ ഈ ട്രാൻസ്ഫർ ലേണിംഗ് എന്നൊരു ഇതുണ്ട്. ഓൾറെഡി എൽസ്വെയർ ട്രെയിൻ ചെയ്ത നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഡെൽറ്റ ട്രെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് CN കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ഡാറ്റ അതിലേക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ആ നെറ്റ്വർക്കിനെ ഓഗ്മെന്റ് ചെയ്ത് നിങ്ങളുടെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ ടെക്സ്റ്റിന് ഇത് അത്രയും കാലം പോസിബിൾ ആയിരുന്നില്ല. ഒന്ന്, ടെക്സ്റ്റ് സീക്വൻഷ്യൽ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നതിനും ഈ അറ്റൻഷൻ മെക്കാനിസം അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ അറ്റൻഷൻ മാത്രം മതി, അതായത് LSTM നെറ്റ്വർക്കിൽ ബാക്ക് പ്രൊപ്പഗേഷൻ ത്രൂ ടൈമിൽ അറ്റൻഷന് അതിന് 2014 അങ്ങാണ്ടാണ് ഇത് ചെയ്തത്. അറ്റൻഷൻ മാത്രം മതി എന്നാണ് ആ പേപ്പറിൽ കണ്ടത്. അത് ഏതോ ഒരാൾക്ക് തോന്നി ഹമങ്കസ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ബേസ്ഡ് നെറ്റ്വർക്കിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു നല്ലൊരു ചാറ്റ് അസിസ്റ്റന്റിനെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ChatGPT-യുടെ ഉത്ഭവം ഉണ്ടാവുന്നത്. വൺസ് സംബഡി ഹാസ് ഡൺ ഇറ്റ്, അതേഴ്സ് ഇപ്പൊ മൈക്രോസോഫ്റ്റിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവർ ഓപ്പൺ AI ആയിട്ട് എന്താ പറയാ ഇത് ചെയ്യാണ്, ഏതാ മറ്റേ അറേഞ്ച്മെന്റ് ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ ഇപ്പൊ ബിങ് വീണ്ടും പോപ്പുലർ ആവാനൊക്കെ അത് ഇടവന്നു. പിന്നെ ഗൂഗിൾ ഹാസ് ടു റെസ്പോണ്ട്. പിന്നെ ഈ പീപ്പിൾ ഹൂ ക്രിയേറ്റഡ് ദി നെറ്റ്വർക്ക് ഫോർ ഓപ്പൺ AI അവരവരുടെ അങ്ങനെ ക്ലോഡ് വന്നു. അങ്ങനെ പല ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ അത് ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ അതിന് ഇറ്റ്സ് എ വെരി പവർഫുൾ മോഡൽ. അതിന് ആർക്കും ഒരു ഡൗട്ടില്ല. അതായത് യു ക്യാൻ ഡു സെർച്ച് ബെറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒരു പോസിബിലിറ്റിയാണ്, ഏജൻസ് സ്മാർട്ട് ആവാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ ഈ മോഡലുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുവേണ്ടി റാഗ്, സൂപ്പർവൈസ് ഫൈൻ ട്യൂണിങ്, അങ്ങനെ പല ടെക്നിക്സ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വിത്ത് ഹ്യൂമൻ ഫീഡ്ബാക്ക്, അതൊക്കെ ചെയ്തിട്ടും ഇതിനൊരു റീസണിങ് പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വിത്ത് വെരിഫയബിൾ റിവാർഡ്സ്, അങ്ങനെ കുറെ, അതായത് ഈ ന്യൂറൽ നെറ്റ്വർക്കും മറ്റേ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങും, അതായത് കണക്റ്റിവിസ്റ്റ് ഫ്രെയിംവർക്കും റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങും, പിന്നെ ഇതും നമ്മുടെ ഈ സിംബോളിക് റിഗ്രഷൻ, അതായത് ജനറ്റിക് പ്രോഗ്രാമിംഗ് കൂടി ചേർത്ത് അവര് എന്ത് പറ്റിയ പവർഫുൾ മോഡൽസ് ഉണ്ടാക്കി. അതാണ് R1 മോഡൽ അങ്ങനെയൊക്കെ. ആൻഡ് സം പീപ്പിൾ ട്രെയിൻ ഇറ്റ് ഫോർ സ്പെസിഫിക് പർപ്പസ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇതിന്റെ അണ്ടർലൈൻ ടെക്നോളജി ഇസ് സോ സിമ്പിൾ ദാറ്റ് ഓൾ യു റിക്വയർ ഈസ് മണി. ഇപ്പൊ പക്ഷേ ഈ നെക്സ്റ്റ് ഇയർ AGI ഉണ്ടാവും, അല്ലെങ്കിൽ ASI ഉണ്ടാവും. അപ്പോൾ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉള്ളത് കൊണ്ട് പല ആൾക്കാരും ആർ റിസർവിങ് ദർ ജഡ്ജ്മെന്റ്സ്. പക്ഷെ ആക്ച്വലി ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണ് ഈ ഇപ്പോ ഡെവൽ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബുക്ക് ഷെൽഫ് തന്നെ എടുത്ത് നോക്കിയത് ക്ലോസ് ടു 5000 ബുക്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ന്യൂആൻസസ് ഒരിക്കലും ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇനി വേണ്ട, ഒരു 10 ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ, കാരണം ദേ ആർ ആക്ച്വലി ക്രോസ് കോറിലേറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് ഏജന്റ്, മുമ്പിലിരിക്കുന്ന ആളാണ് അതിന് ഇന്റലിജൻസ് കൽപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു എഡിങ്ടൺ മങ്കി പ്രോബ്ലം എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് കുറെ ആൾക്കാര് കുറെ കുരങ്ങം ഒരു റൂമിൽ കുറെ ടൈപ്പ് റൈറ്റർ സെറ്റ് ചെയ്യുക, കുറെ കുരങ്ങന്മാരെ അതിലോട്ട് വിടുക. അപ്പൊ കുരങ്ങന്മാരും അതിന്റെ മുകളിൽ കൂടി ചാടുമ്പോൾ പരാസ് മഹാഭാരതം അല്ലെങ്കിൽ ബൈബിൾ അതിൽ നിന്നുണ്ടാവുന്നുള്ളൊരു തോട്ട് എക്സ്പെരിമെന്റ് ഉണ്ട്. ഇപ്പൊ അതേമാതിരി ഇപ്പൊ പല ആൾക്കാരും നെറ്റ്വർക്ക്സ് ട്രെയിൻ ചെയ്യണം, അങ്ങനെ ചാടി ആരെങ്കിലും AGI നെറ്റ്വർക്ക് ഉണ്ടാക്കൂ, അങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ടെക്നോളജി ഒരു പരിധിക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും ഇതിന്റെ പവറിലല്ല. കാരണം ദിസ് ക്യാൻ ക്രിയേറ്റ് ദ സോഷ്യോ എക്കണോമിക് ഓർഡർ വിച്ച് വി ക്രിയേറ്റഡ് ഓവർ 5000 years. അപ്പൊ അതൊക്കെ സൊസൈറ്റി ഇപ്പൊ സാപ്പിയൻസിലൊക്കെ പറയണ മാതിരി അഗ്രികൾച്ചർ ഏജ്, പിന്നെ ആദ്യം നൊമാഡിക് ഏജ്, പിന്നെ അഗ്രികൾച്ചർ ഏജ്, പിന്നെ എന്താ പറയാ ഈ മറ്റേ റിലീജിയന്റെ കൺസോൾട്ടേഷൻ, പിന്നെ എൻലൈറ്റ്മെന്റ്, അങ്ങനെ വന്ന് നമ്മൾ ഇവിടം വരെ എത്തിച്ചേക്കണ ഒരു സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെ ഇത് ഡിസ്ട്രോയ് ചെയ്തേക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഈ ടെക്നോളജി അതായത് ഫലത്തിൽ ഇപ്പൊ സത്യാന്നുണ്ടല്ല ഉറങ്ങുന്നില്ല എന്ന് പറയുന്നത്. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AI ക്യാൻ ഡിസ്ട്രോയ് കമ്പനി. അത്രയ്ക്ക് ഈ ലാർജ് കമ്പനി ഒറ്റയടിക്ക് ആരെങ്കിലും AGI കണ്ടുപിടിക്കുമോ, ഇനി അല്ലെങ്കിൽ തന്നെ ഡിസ്റപ്റ്റീവ് ആയിട്ട് ടെക്നോളജി കൊണ്ടുവരുമോ? അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ദിസ് ഈസ് ഗോയിങ് അൺഅബേറ്റഡ്. അപ്പോൾ ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിന് AGI ന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഇതാണ് 3 ആസ്പെക്ട് ഓഫ് എനി എക്കണോമിക് സിസ്റ്റം ഓർ ബിസിനസ്. അപ്പോ ഫോർ ദ ഫസ്റ്റ് ടൈം ഓട്ടോമാറ്റിക് ഏജൻസും അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ AGI ഉള്ള അല്ലെങ്കിൽ ASI ഉള്ള ഒരു സംവിധാനം അതുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേബറിനെ ഡീകപ്പിൾ ചെയ്യാം. അപ്പോൾ അവർക്ക് മാനുവൽ ലേബർ ചെയ്യാൻ വേണ്ടി ഇമിഗ്രൻസിന്റെ ആവശ്യമില്ല. പിന്നെ ദേ ക്യാൻ ട്രീറ്റ് തേർഡ് വേൾഡ് ആസ് എ തേർഡ് വേൾഡ്, അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദി നോൺ യൂറോപ്യൻ യൂറോ അമേരിക്കൻ സ്പേസ് മാർക്കറ്റായിട്ട് കാണാം. ദേ ക്യാൻ കൺട്രോൾ ദ വേൾഡ്. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പൊ ട്രംപൊക്കെ ഭയങ്കരമായിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ ഫണ്ടിങ് ഒക്കെ നടക്കുന്നത്. മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് വിട്ട് കളിച്ച് ഒരു വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിൽ എവരിബഡി തിങ്സ് ദാറ്റ് ഓക്കെ ഇതൊക്കെ ഒരു കുറെ ഞാനിപ്പോ കാണുന്നത് കുറെ അർദ്ധബുദ്ധിക്കാരായിട്ടുള്ള ആൾക്കാർ അധികം എഫക്റ്റീവ് ഒന്നും ആയിരുന്നില്ല അവരുടെ ലൈഫിൽ. പെട്ടെന്ന് ആളൊക്കെ സഡൻ ഒരു 10-15 കൊല്ലത്തെ സീനിയോറിറ്റി ഈ ChatGPT ആംഡ് വിത്ത് ദി ChatGPT നോളജ്, ദേ ഫീൽ ദാറ്റ് ദേ ക്യാൻ ഡു എ ലോട്ട്. പക്ഷെ ശരിക്കും സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതായത് ChatGPT ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ മറ്റേ എന്താ പറയാ ഈ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം. ഇപ്പൊ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഞാൻ മിക്ക ബുക്സും ഡൗൺലോഡ് ചെയ്ത് ഇൻഡെക്സ് ചെയ്യുന്ന ആളാണ്. എന്തൊക്കെയുണ്ട് അതിൻ്റെ ഉള്ള ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറെ ബുക്സ് കൂടുന്നല്ലാതെ നമുക്ക് അങ്ങനെ കോമ്പറ്റൻസ് ഒന്നും അങ്ങനെ കൂട്ടാൻ പറ്റുമൊന്നുമില്ല. അതൊരു ഐറ്ററേറ്റീവ് പ്രോസസ് തന്നെയാണ്. അപ്പോ ഇപ്പൊ ChatGPT നമ്മൾ ജനറേറ്റ് ചെയ്ത് ഇപ്പോ കാറ്റഗറി തിയറിയിലെ കുറെ കാര്യങ്ങൾ ഡംപ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. മേ ബി ഓക്കെ, ഇപ്പൊ 6 മാസം എടുത്തിരുന്ന കാര്യം ചിലപ്പോൾ ഇപ്പൊ 1 മാസം കൊണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് നൺലെസ് ഇറ്റ് ടേക്സ് ടൈം ആൻഡ് പീപ്പിളുടെ എക്സ്പെക്ടേഷൻ ഓൾസോ ഗോസ് അപ്പ്. അപ്പോൾ ഈ AI ടെക്നോളജി ഇപ്പൊ ഏജന്റ് ടെക്നോളജി ഇപ്പൊ ഐ ആം ഡൂയിങ് സം റിസർച്ച് ഓൺ ഇറ്റ്. പക്ഷേ ഓട്ടോമേറ്റഡ് കാർ ഒരു ഏജന്റ് ടെക്നോളജി,
ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ ഓട്ടോമേറ്റഡ് കാർ അടുത്ത കാലത്തൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. കാരണം 2010 2015 ഇറങ്ങുമെന്ന് പറഞ്ഞു. വെയ്മോണിന്റെ അപ്രോച്ച് ഉണ്ട്, പിന്നെ ടെസ്ലയുടെ അപ്രോച്ച് ഉണ്ട്. പക്ഷേ നമുക്ക് ജിയോ ഫെൻസ് ചെയ്യാതെ ഓടിക്കാൻ പറ്റില്ല. കാരണം ഏകദേശം ഒരു 500 ഇത്, അതായത് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായില്ല. അതിന് 90 കണ്ടേ സോൾവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരു ലോങ് ടൈൽ പ്രോബ്ലം ഉള്ള സാധനമാണ്. അപ്പോ അന്നത്തെ കൺക്ലൂഷൻ എന്തായിരുന്നു വെച്ചാൽ, ജസ്റ്റ് ബിക്കോസ് ഹ്യൂമൻ എററിനേക്കാളും ബെറ്റർ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് കാര്യമില്ല. സീറോ എറർ ഇല്ലാണ്ട് ഒരു മെഷീനിന് എന്താ പറയാ, ഈ മറ്റേ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റും. അല്ലെ ഹസാഡസ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനോ, ഇസ്രായേൽ ഒരു മറ്റേ റോബോട്ട് ഉപയോഗിച്ചിട്ട് മറ്റേ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ആൾക്കാരെ വിടാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാന്നല്ലാതെ ഒരു ഹ്യൂമനിനെയൊക്കെ അങ്ങോട്ട് ഈ പണ്ടുള്ള പറഞ്ഞ കാര്യം, ഇപ്പൊ സ്പേസിലോട്ട് ആളെ വിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ യു ഹാവ് ടു സെൻഡ് എ പേഴ്സൺ ആൻഡ് ദെൻ ബ്രിങ് ഹിം ബാക്ക് അലൈവ്. അവിടെയാണ് പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുമ്പോ എന്ന് വെച്ചാല്, ഈ എയുടെ ഇപ്പൊ എനെ എതിർക്കുകയാണെങ്കിൽ ഓക്കെ, യു വിൽ ബി കോൾഡ് എ ലുഡൈറ്റ്. അപ്പൊ ലുഡൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടില് മറ്റേ ഈ തുണിമില്ലുകളിലൊക്കെ ഓട്ടോമേഷൻ നടന്നു കഴിഞ്ഞപ്പോ അതിനെ എതിർത്ത ആൾക്കാരെയാണ്, അവിടെ കുറെ കശപിശ ഉണ്ടാക്കിയ ആൾക്കാരെയാണ് ലുഡൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇപ്പൊ എനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എയിൽ സ്കെപ്റ്റിസിസം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഉരുളാത്തോണ്ടാകും പറയും. സി നേരത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞ, ഇപ്പൊ പണ്ട് ഞാൻ ബിറ്റ്വീൻ 2012 ആൻഡ് 2019 ഞാൻ ക്ലാസിക്കൽ AML ക്രിട്ടിക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോ അന്ന് പല രീതിയിൽ AML വഴിയുണ്ടോ, അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നും അങ്ങനെ AML ഒന്നും ഈ പറയുന്ന ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല. പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു റൈറ്റ് ഈവൻ ഡിറ്റർമിനിസ്റ്റിക് സോഫ്റ്റ്വെയർ. പിന്നെ എങ്ങനെയാണ് ഒരു സ്റ്റോക്കാസ്റ്റിക് സോഫ്റ്റ്വെയർ എഴുതുന്നത് എന്നുള്ളത്, ആ ഒരു ചോദ്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ബിക്കോസ് നമ്മളൊരു ടൂള് നമ്മുടെ കയ്യിൽ ഉണ്ട്, ആ ടൂള് പവർഫുൾ ആയതുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എന്താ പറയാ, ഒരു കറക്റ്റ് ഇതൊന്നുമല്ല. അപ്പോ ഈ ഇങ്ങനെ ഒരു മാഡ്നസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് വിത്ത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആൻഡ് വെരിഫയബിൾ റിവാർഡ് ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഉണ്ടാക്കണേ, അല്ലെങ്കിൽ സൂപ്പർ ഇന്റലിജൻസ് ഉണ്ടാക്കണേ എന്നുള്ളത് ആലോചിച്ചിട്ട് പോലും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും ഇപ്പൊ ഫണ്ടിങ് കിട്ടുന്ന ആൾക്കാർ എന്താ, ഇവിടെ അമേരിക്കക്ക് വെറുതെ നോട്ട് അടിച്ചാണ്. ദേ ആർ നോട്ട് ആക്ച്വലി, ഇപ്പോ അമേരിക്കയ്ക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഫെഡറൽ ഗവൺമെന്റ് വിചാരിക്കുകയാണ് ഓക്കെ, നമ്മളൊരു കാര്യം ഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് കമ്മിറ്റ് ചെയ്യാം, എന്നിട്ട് അവർ അത്രയും ഡോളേഴ്സ് അടിച്ചാൽ മതി. മറ്റൊരു ആൾക്കാർക്ക് എന്ന സ്ഥലത്ത് വേറൊരു ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ ഇറാൻ അങ്ങനത്തെ കൺട്രികൾക്കൊന്നും ആ ഒരു സൗഭാഗ്യമില്ല. if they are spending money, they are losing money if they are not able to get back. അപ്പോ ഒരു പവർഫുൾ അല്ലാത്തൊരു സിസ്റ്റത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് ഒരുതരം ആൾക്കാരെ കളിയാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ഇതിപ്പോ ഒരു രാജാവ് തുണിയില്ലാന്ന് പറയാൻ ആരുമില്ല, കാരണം നമുക്കൊന്നും ഈ അതോറിറ്റി ഇല്ല. അപ്പോ സം ടോപ്പ് ഷോട്ട് ഹാസ് ടു സേ ദാറ്റ് ഇപ്പോ ഈ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ആൾക്കാരും പലരും LLM ഡെഡ് ആണ്, LLM പ്ലസ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ടേക്ക് അസ് എനിവെയർ എന്നുള്ളതുണ്ടെങ്കിലും അതിപ്പോ ഇങ്ങനെ ഇതിന്റെ ചർച്ച വരുമ്പോൾ ആൾക്കാർ പറയും ഓക്കെ, നിനക്കിത് അറിയാത്തതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇഫ് സംബഡി ഈസ് ആസ്കിങ് മീ ടു help him develop an agent, definitely I will try my level best to create an agent. പക്ഷെ ഒരു ഏജന്റ് മാർക്കറ്റ് പ്ലേസിൽ എത്തണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് പ്ലേസിലല്ല ഏജന്റ് ഡിപ്ലോയ്മെന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് കണക്കിലെടുക്കണം. പിന്നെ ഓർഗനൈസേഷൻസിന്റെ സ്ട്രക്ചറും അതിന്റെ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവസി കൺസേൺസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതായത് വെൻ ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് വിത്ത് ഏജൻസ്, പിന്നെ ഏജൻസ് ഇൻഡിവിജ്വലായിട്ട് ഇത് ചെയ്യുമ്പോൾ അപ്പൊ എവിടെയൊക്കെയാണ് ഹ്യൂമൻസ് ക്യാൻ ഗെറ്റ് ഇൻ ടു ഒരു ക്രോസ് ഡൊമൈൻ എൻക്രോച്ച്മെന്റ് നടക്കാൻ പറ്റുമോ, ഏജന്റിന്റെ ടെറിട്ടറി, ഇതൊക്കെ ഡിമാർക്കേഷൻ പ്രോബ്ലം, അതിന്റെ കുറെ ഇഷ്യൂസ്. പിന്നെ LLMs are inherently stochastic. അപ്പോൾ how far you can actually try, എങ്ങനെ നമ്മൾ അതിനെ ഗാർഡ് റെയിൽ വെക്കും. പിന്നെ
ട്രാൻസാക്ഷൻ കോമ്പൻസേറ്റിംഗ് ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യും. അത് പ്രാക്ടിക്കലി ഒരു ജനറൽ പർപ്പസ് ഏജന്റ് ഇൻ ഓർഡർ ടു ഡു എ ജനറൽ പർപ്പസ് എന്ന് ഉദ്ദേശിച്ചാൽ ക്യാൻ ബി ഡിപ്ലോയിഡ് അറ്റ് ലോട്ട് ഓഫ് പ്ലേസസ്. എങ്ങനെ നിങ്ങൾ അതിനൊരു സ്കഫോൾഡ് വെക്കൂ എന്നുള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിച്ചു നടത്തിയപ്പോൾ SOAR എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഓപ്പൺ കോഗ് ഉണ്ട്, പിന്നെ ACT-R എന്നുള്ള ഫ്രെയിം വർക്ക് ഉണ്ട്. 19 കൊല്ലമായിട്ട് ഏജന്റില് റിസർച്ച് ഒക്കെ നടത്തുന്നുണ്ട്. എങ്ങനെ ഏജന്റ് അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ എല്ലാം റെഡിയാണ്. പക്ഷെ ഞാൻ ഈ കാണുന്ന ഒരു വീഡിയോയിലോ ആരോ ഈ ഫ്രെയിം വർക്കിനെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ വിത്തൗട്ട് ഹാർനസിംഗ് ദ കളക്റ്റീവ് വിസ്ഡം ഓഫ് ദി എക്സ്പേർട്സ് എങ്ങനെയാണ് ഏജന്റിക് ടെക്നോളജിയിൽ ആൾക്കാർ വിജയിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ടെക്നോളജി ഈസ് ഇൻ പ്ലേസ് ഇൻ ആൻ ഐഡിയൽ കണ്ടീഷൻ ഇഫ് ഓൾ ഓഫ് ഇറ്റ് കംസ് ടുഗദർ. സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നുള്ളതാണ് ഒരു കൺസ്ട്രക്റ്റീവ് യൂസിന് വേണ്ടിയാണ്. കൺസ്ട്രക്റ്റീവ് യൂസിന് ഇത് ഉപയോഗിക്കുന്നവരെ തന്നെ മറ്റേ നോട്ട് സോ കൺസ്ട്രക്റ്റീവ് യൂസിന് വേണ്ടി മറ്റേ ഈ എന്താ പറയാ മലീഷ്യസ് എലിമെന്റ്സും യൂസ് ചെയ്യും. അപ്പോൾ എയുടെ സെക്യൂരിറ്റി ഐ തിങ്ക് ദർ ആർ ലോട്ട് ഓഫ് മെസ് ഇൻ ഫ്രണ്ട്. ട്രൈ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ AI. പിന്നെ അടുത്തത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ നൗ AI ക്യാൻ ഡു 10 പ്രോഗ്രാമേഴ്സ് വർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാമല്ലോ. നമുക്ക് ഒരു 3-4 പേരൊക്കെ വെച്ചിട്ട് 40 പേരുടെ വർക്ക് ചെയ്യാമെന്നാണ് അവര് ഉദ്ദേശിക്കുന്നത്. ഈ നിങ്ങളുടെ കേപ്പബിലിറ്റി കൂട്ടാം നിങ്ങൾക്ക് യു ക്യാൻ ആക്ച്വലി റീച്ച്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേൾഡിലെ ബെസ്റ്റ് എക്സ്പേർട്സ് വന്നാൽ തന്നെ ചിലപ്പോൾ 100 വരെ വെച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അതെങ്ങനെ നിങ്ങൾ 5 വരെ വെച്ച് സോൾവ് ചെയ്യും? ഇത് പണ്ടും മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അതിനെ ഞാൻ വിളിക്കുന്നത് ഒരു നൗ ഓർ നെവർ എന്റർപ്രണർഷിപ്പ് എന്നാണ്. അതായത് പല ടെക്കുകളും ഓക്കെ ഇനിയിപ്പോ ഈവൻ വിദേശത്ത് പോയ ആൾക്കാരും അവര് നൗ ഹൈപ്പർ ക്യാപിറ്റലിസത്തിന്റെ യുഗമാണ്. നൗ യു ഹാവ് ടു സ്റ്റാർട്ട് എ കമ്പനി. ദിസ് ടൈം ഇസ് ദ ബെസ്റ്റ് ടൈം, നൗ ഓർ നെവർ. അപ്പൊ ഇപ്പൊ എന്താ പറയാ ഈ LLM-ന്റെ ടോക്കൺസ് വാങ്ങിക്കാനും പിന്നെ അതിന്റെ പുറകെ എന്താ പറയാ സെർച്ചിങ് ഫോർ ദി പെർഫെക്റ്റ് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ദി കോഡ് നടക്കുന്നുണ്ട്. പല ആൾക്കാരുടെയും ഹെൽത്തിനെ വരെ അഫക്ട് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഏജന്റ് ടെക്നോളജി ഇപ്പൊ ഞാൻ നോക്കിയിട്ടൊരു 2 സ്ഥലത്ത്, അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒരു എന്താ പറയുക ഒരു സ്പെക് ഡ്രിവൺ ഡെവലപ്മെന്റ് ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതിപ്പോ വെറുതെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമേഴ്സ് അവരുടെ പണി എളുപ്പമാക്കി. പിന്നെ അതായത് പണ്ട് കോഡ് ചെയ്യാൻ ടൈം എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കാം. അപ്പൊ ടോട്ടൽ അത് കാരണം ദീസ് ടൂൾസ് ആർ സപ്പോസ് ടു ഓഗ്മെന്റ് ഹ്യൂമൻസ്. ഒക്കെ ഒരു മനുഷ്യനെ മെഷീനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതായത് മനുഷ്യനെ പറ്റാവുന്ന അത്രയും ഒരു മെഷീൻ ആക്കിയിട്ടുണ്ട്. വെള്ളക്കാരെ അങ്ങനെ ആക്കി കുറെ കാര്യങ്ങൾ ഓടിയെങ്കിലും അവിടെയും ഇതൊന്നും സ്കെയിലൊന്നും ആവുന്നില്ല. അവരും പഠിച്ചു ഓക്കെ ഞങ്ങൾ അതായത് ദേ വാണ്ട് ടു ലീവ് ആസ് എ ക്രീച്ചർ നോട്ട് ആസ് എ മെഷീൻ. അപ്പൊ ഒരു ഫിലോസഫർ പറഞ്ഞു ultimately somebody has to decide whether okay he has to live as a creature or he has to live as a machine. അപ്പോ കുറെ ആൾക്കാര് ഒരു മെഷീൻ ലൈക്ക് ലൈഫ് നയിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ എന്താ പറയാ വേൾഡ് ഇങ്ങനെ ആയത്. ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒന്നും അത് പറ്റണമെന്നൊന്നുമില്ല. ഈ എന്താ പറയാ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ പോലും ഈ ലേ ലഡാക്ക് ട്രിപ്പിനും അതിനൊക്കെ പോകുന്നത് തന്നെ ഈ മെഷീൻ ലൈക്ക് ലൈഫ് നയിച്ചിട്ട് അവർക്ക് ബോറടിച്ചിട്ടില്ല അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഇങ്ങനൊരു പശ്ചാത്തലം, അതായത് ഒരു യൂസ്ലെസ് ടെക്നോളജിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഫോർ ക്രിയേറ്റിംഗ് AGI ഹ്യൂമൻ ന്യൂവാൻസസ് ഇതിന്റെ കണ്ണില് ഇതൊരു വെള്ളക്കാരന്റെ ഒരു റിഡക്ഷനിസത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ കണ്ടത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എവരി പ്രോഗ്രാം ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ആൻഡ് ദെൻ എന്താ പറയാ if you solve the task independently you can solve the whole problem. അത് നമുക്ക് കൺസ്ട്രക്ഷൻ നടത്തുന്ന സ്ഥലത്ത് നമുക്ക് പോസിബിൾ ആണ്. അതിപ്പോ നമുക്ക് നല്ല കമ്പ്യൂട്ടർ സർക്യൂട്ട്സ് ഉണ്ടാക്കാം, നമുക്ക് വേണമെങ്കിൽ മരുന്നുകൾ ഉണ്ടാക്കാം, ലബോറട്ടറി കണ്ടീഷനിൽ വർക്ക് ചെയ്യാനും ഇനിയിപ്പോ പല കാര്യങ്ങളും നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിലേ ഹ്യൂമൻ സ്കെയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അനാലിസിസിന് ഇതൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോ എന്റെ പ്രോബ്ലം എന്ന് വെച്ചാല് LLM as of now is a powerful tool. Let world use it for some time.
and then see what are the pros, cons and those kind of things. And then ഈ AGI-ASI കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് പൊട്ടുന്നതായിട്ടാണ് ഞാൻ പല ആൾക്കാരും ചെയ്തിരുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു രാജ്യത്ത് ഒരു ബാങ്കിലെ വർക്ക് ചെയ്യണം. പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബോസിനെ കണ്ണു കണ്ടിച്ചു, പണ്ട് 6 മാസം എടുത്തിരുന്ന പണി ഞാനിപ്പോ 1 മാസം കൊണ്ട് ചെയ്തു. ആ കമ്പനി അതിന്റെ ഓർഗനൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഡിമാൻഡ് ചെയ്യാത്തൊരു കാര്യം, ഔട്ട് ഓഫ് ഹിസ് ഈഗർനെസ് ടു പ്രൂവ്, ഈ ഒരു 6 മാസം കൊണ്ട് ചെയ്യുന്ന സാധനം 5 മാസം കൊണ്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്താലും മതിയായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ അത് ഡിമാൻഡ് ആവും. അപ്പൊ അത് ആ സിസ്റ്റത്തിന്റെ ഇതിനെയൊക്കെ തകർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ പല ആൾക്കാരും ഈ ടൂളുകൾ ഉപയോഗിച്ച് അവർക്ക് കിട്ടിയേക്കണ, ഇതിപ്പോ എന്താ പറയാ, ഈ ഒരു മാജിക് ബാൻഡ് കിട്ടിയ മാതിരിയാണ് പല സീനിയേഴ്സും ഈ ടൂളിനെ ഉപയോഗിക്കുന്നത് ടു സെറ്റിൽ സ്കോർസ് വിത്ത് പീപ്പിൾ ഹോം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, എക്കോസിസ്റ്റത്തിന്റെ മനുഷ്യര് തമ്മിലുള്ള മ്യൂച്വൽ ഇൻകോമ്പറ്റൻസ് ആണ് വേൾഡ് നടക്കുന്നതിന്റെ ആധാരം. ആ ഡിപ്പെൻഡൻസി ഉള്ള സ്ഥലത്താണ് അവിടെ കോഓപ്പറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഈ കോർണർ കേസ് ഉള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ എഡ്ജ് കേസിലുള്ള പല ഘർഷണങ്ങളാണ് പല ജോബുകൾക്ക് ചെയ്യുന്നത്. ഈ AI കൊണ്ടുവന്നിട്ട് അതെല്ലാം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് ട്രമെൻഡസ് ഹ്യൂമൻ റിപ്പർക്കഷൻ. അതായത് നിങ്ങൾ പൈസക്കാരനായിട്ട് നിങ്ങളുടെ നൈബർ പോറായി കഴിഞ്ഞാൽ ഹി വിൽ റോബ് യു. അപ്പൊ പലരും പറയും നമുക്ക് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ വിളവെടുക്കണേ, നമ്മൾ വിളവെടുക്കണ ദിവസം വേറെ ആൾക്കാരെ ഇത് ചെയ്യാം. ഒരു സ്റ്റേബിൾ സൊസൈറ്റിക്ക് AI ഒരു കൺട്രോൾഡ് യൂസ് വേണം തന്നെയാണ്. AI അല്ല, ഇപ്പൊ എന്താ പറയാ, അതായത് ഈ ആർട്ടിഫിഷ്യൽ ക്ലവർനെസ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു ഹ്യൂമൻ പ്ലസ് AI ഹാസ് ബിക്കം മോർ ക്ലവർ എന്ന് പറഞ്ഞാൽ പഞ്ചതന്ത്രങ്ങളിലെ ഒരു ഈ 5ാമത്തെ വിഡ്ഢികളുടെ സ്വഭാവമാണ്. ഇപ്പോ പഞ്ചതന്ത്രത്തിൽ ഒരു കഥയുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മള് ഫോർ എക്സാമ്പിൾ ഈ 4 പേര് 4-5 പേര് ഇങ്ങനെ ഗുരുവിന്റെ അടുത്തുനിന്ന് പഠിച്ച് തിരിച്ചു വരിക. അപ്പൊ ഗുരു കുറെ ട്രിക്കൊക്കെ പഠിച്ചു വന്നു. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഉണങ്ങിയ മരം എടുത്തിട്ട് മറ്റേ അതിനെ പുനർജീവിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില ആൾക്കാർ നമ്മ കായികനികളൊക്കെ പ്രത്യക്ഷപ്പെടുത്തും. ഇങ്ങനെ മാജിക് ഇങ്ങനെ കാണിച്ചെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പൊ കുറെ എല്ലും കൂട്ടം കാണും. അപ്പൊ ഒരു പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ പിടിച്ച് അസംബിൾ ചെയ്തൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞാൽ, നിനക്ക് അതല്ലേ പറ്റുള്ളൂ, ഞാനതിനെ മജ്ജ മാംസവും നഖവും കൊടുക്കുന്നു പറയും. അങ്ങനെ ഒരു പുള്ളി മജ്ജ മാംസവും നഖവും കൊടുക്കും. അപ്പൊ 3ാമത്തെ പുള്ളി പറയും, ഇതിന് ഒരു ഇത് വേണമല്ലോ. പുള്ളി എന്ത് ചെയ്യും, സ്ട്രൈപ്സും മറ്റേ ടെക്സ്ചറൊക്കെ കൊടുക്കും. പറയാം, നിങ്ങൾക്ക് ഇത്രല്ലേ പറ്റുള്ളൂ, ഞാൻ ജീവൻ കൊടുക്കാൻ പോകണമെന്ന് പറയും. അപ്പൊ ഈ 5ാമത്തെ ആളുണ്ട്, ഇതിലൊന്നും കഴിവില്ലാത്ത, അതായത് ഏറ്റവും ലൗസി ശിഷ്യം പറയും, ഇതിങ്ങനെ ചെയ്യല്ലേ, അതൊന്നും തിരിച്ചു കടിക്കൂലേ, നിനക്ക് ഇതിനൊന്നും കഴിവില്ലല്ലോ എന്നാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവരെല്ലാവരും കൂടി ഒരു മരത്തുമ്മ കയറി. അല്ല, ഇവരല്ല, ഈ 5ാമത്തെ മരത്തുമ്മക്ക് ഇവൻ ജീവൻ കൊടുക്കും. അത് പുലിയായിരുന്നു. പുലിക്ക് എങ്ങനെയാണ്, പുലി 4നെ തട്ടി. അങ്ങനെ ആ 5ാമത്തെ വിഡ്ഢിയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ ഞാനൊരു 5ാമത്തെ 5th ഫോൾ ഓഫ് ദി പഞ്ചതന്ത്ര എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പല സ്ഥലത്തും കമ്പനിയിൽ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് പ്രോസസ്സ് മെച്ചപ്പെടുത്താൻ നോക്കും. ഒരു ബിയോണ്ട് എ സർട്ടൺ ഒപ്റ്റിമാലിറ്റി നമുക്ക് കാര്യങ്ങൾ പോവില്ല. അതായത് വി ആർ ആൾറെഡി ലിവിങ് ഇൻ ദ ബെസ്റ്റ് ഓഫ് ദി പോസിബിൾ വേൾഡ്സ്. ഇനി ഇതിനെ നമുക്ക് ഒരു 0 കോസ്റ്റിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ AI എന്താ പറയാ, ഐ എം എന്തൂസിയാസ്റ്റിക് അബൌട്ട് ഇറ്റ് ഇൻ എ ലോക്കൽ മാനർ, ബട്ട് ദ കൈൻഡ് ഓഫ് അതിപ്പോ ഒരു എന്താ പറയാ, ഇപ്പോ ഇഫ് നിങ്ങൾ ഇതിനെ ഒരു കാരണമില്ലാതെ എതിർക്കുവോ, അല്ലെങ്കിൽ ഇപ്പൊ കാര്യം ഉണ്ടെങ്കിൽ തന്നെ മിക്ക ആൾക്കാരും ഒരു ടെക്നോളജിയോട് ഇതിനൊരു കോമ്പറ്റൻസ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാനിതിനെ കുറിച്ച് പഠിക്കാൻ മാത്രമല്ല, ഐ ഹാവ് ബിക്കം ഡാറ്റ സയന്റിസ്റ്റ് ഇൻ എ കമ്പനി. എനിക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ മോഡൽസിനെ കുറിച്ച് സ്റ്റഡി എടുത്തി കഴിഞ്ഞപ്പോൾ, അതായത്
ഈ ബ്രൂട്ട് കമ്പ്യൂട്ടേഷൻ പവറും ഇനി ആൾക്കാരൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പൊ ഞാനിപ്പോ നാട്ടില് റോട്ടിൽ ഇറങ്ങുമ്പോ ഈ മൊബൈൽ ഫോൺസും ഈ ടെക്നോളജി ഫ്രട്ടേണിറ്റിയും സർവീസ് സെക്ടറും പീപ്പിൾ ഹു ആർ ഇൻ ദ സർവീസസ് ഇൻഡസ്ട്രിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ പ്ലംബേഴ്സും മറ്റവരൊക്കെ ഓക്കെ ബെറ്റർ കൂലി കിട്ടുന്നു എന്നുള്ള രീതിയിൽ അവര് വെരി ഹാപ്പി ദാൻ ദി പീപ്പിൾ ഹു ആർ ഏർണിംഗ് ബൈ ഡൂയിങ് അബ്സ്ട്രാക്ട് തിങ്സ്. അപ്പോ perhaps okay, AI can implode the IT technology industry. ഇനി ഇവര് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് സയന്റിസ്റ്റ് ദേ കൻ ഡു ബ്രൂട്ട് സെർച്ച്. അതാണ് ഇപ്പൊ അതൊന്നും ഒരിക്കലും ഒരു എന്താ പറയാ എഡിങ്ടൺ മങ്കിമാരിയ. അതായത് പെർഹാപ്സ് എ ബുക്ക് മൈറ്റ് കം ഔട്ട് ഓഫ് വെൻ ലോട്ട് ഓഫ് monkeys are unleashed onto a farm where okay you have placed lot of typewriters. ഇത് 1939 കണ്ടുണ്ടാക്കിയ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് റിലേറ്റ് ചെയ്തിട്ട് കാലഘട്ടത്തില്. ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മങ്കിക്ക് കിട്ടുമോ എന്നുള്ളതാണ്. ഇനി കിട്ടിയാൽ തന്നെ വാട്ട് ഇസ് ദ പോയിന്റ് ഇൻ ആക്ച്വലി ഒരു അറ്റ്ലീസ്റ്റ് ദ്വന്ദ്വമില്ലാത്തൊരു വേൾഡ് അല്ലെങ്കിൽ അനേക സത്യം ഇല്ലാത്തൊരു വേൾഡിൽ ജീവിക്കേണ്ട എന്തിനാണെന്നുള്ളത് പോലും എന്താ പറയാ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓറൽസ് ഒക്കെ വി ആർ ടു മച്ച് കൺസേൺഡ് അബൌട്ട് സർവൈവൽ. പക്ഷെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണ്ടെന്നല്ല പറയണേ, പക്ഷെ അതിനൊരു ഇത് വേണം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ പഠിക്കാൻ കാരണം എന്ന് വെച്ചാൽ വെൻ ഐ ടോക്ക് ടു പീപ്പിൾ, എനിക്കിപ്പോ ഒരു എന്താ പറയാ ഒന്നാമതെ ഈ 90% ആൾക്കാരും അവരുടെ യൂട്യൂബ് ഹിസ്റ്ററിയോ ഈ ചാറ്റ് ഹിസ്റ്ററിയോ ഒന്നും ഡിലീറ്റ് ചെയ്യാതെയാണ് അവര് എല്ലാ ദിവസവും ഇന്റർനെറ്റിൽ കയറുന്നത്. അപ്പോ അവരെ ഈ കമ്പ്യൂട്ടർ അൽഗോരിതംസ് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് അറിയില്ല. ഈ നമ്മളെ ക്യാപ്റ്റിവേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് സെയിം ഫീഡ് തന്നെ നമുക്ക് തരികയാണ്. അപ്പൊ നമുക്ക് ഇവർ കാണുന്നതെല്ലാം എയുടെ പോസിറ്റീവ് വശങ്ങളാണെന്ന് തോന്നുന്നു. ആൻഡ് സം ആർ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അതിപ്പോ ഈ മറ്റേ സയൻസിലെ ബ്രേക്ക് ത്രൂ ഒക്കെ വരുമ്പോ മറ്റേ എന്താ പറയാ ഈ ആൾക്കാർ കിടന്ന് എക്സൈറ്റഡ് ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഈ എന്താണ് 5000 കൊല്ലത്തെ ഹ്യൂമൻ ചരിത്രത്തിൽ 239 വരെ മനുഷ്യൻ സമാധാനത്തോടെ ഇരുന്നിട്ടുള്ളൂ. തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് അറ്റ് എ സോഷ്യോ കൾച്ചറൽ ലെവൽ. എക്കണോമിക് ലെവലിലുള്ള ചേഞ്ചസ് അങ്ങോട്ടൊക്കെ പോയി ഈ AI മൂലം ഒരു നല്ല വേൾഡ് ഉണ്ടാക്കണതിന് പകരം മിക്കവാറും ഈ എന്താ പറയാ ഈ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ മാതിരിയോ അല്ലെങ്കിൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരിയുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്കിപ്പോ എന്റെ ലാസ്റ്റ് 15 months ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോ ട്രൈ ടു ഇംപ്രൂവ് യുവർ കോമ്പറ്റൻസ്, യൂസ് AI ആസ് എ ടൂൾ. പിന്നെ സ്പെസിഫിക്കേഷൻ ബേസ്ഡ് ഡെവലപ്മെന്റിന് വേണ്ടി ചെക്ക് ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ പരിചയത്തിൽ 2-3 പേരൊക്കെ അത് നടത്തിയിട്ട് മാർജിനൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സം പീപ്പിൾ ആർ ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. പീപ്പിൾ ഹു തിങ്ക് ടോപ്പ് ഡൗൺ ക്യാൻ ആക്ച്വലി ഡു ബെറ്റർ. പിന്നെ ഏജൻസ് അറ്റ് എ ലോക്കൽ ലെവൽ ചിലപ്പോ ഏജൻസ് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് ഹസാർഡസ് ജോബ് ചെയ്യാനോ അങ്ങനെയൊക്കെ. അപ്പോ ദർ ആർ യൂസ് കേസസ് ഫോർ ഇറ്റ്. പക്ഷേ ഈ പണ്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഞങ്ങളുടെ ഫ്രെയിംവർക്കിൽ ഒരു റിക്വസ്റ്റ് വന്നു, ഒരു ചെയിൻഡ് ടാസ്ക് റിക്വസ്റ്റ് വന്നു. അപ്പോ ആ ചെയിൻഡ് ടാസ്ക് റിക്വസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ ചെയ്താൽ തന്നെ അവിടെ എന്താ സംഭവിക്കണെന്ന് വെച്ചാൽ ഒരു ടീമുണ്ട്. അവരുടെ പണി തന്നെ എല്ലാ ദിവസവും ഒരു പർട്ടിക്കുലർ ടൈമില് വന്നിട്ട് ഇത് പല ടാസ്കും ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ്. അത് എന്തോ കംപ്ലയൻസ് റേസും. അപ്പൊ ആ ടീമിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഓട്ടോമേഷൻ വേണ്ടിയത്. അപ്പൊ അതിനൊരു പൊളിറ്റിക്കൽ മാനമുണ്ട്. അപ്പൊ എൻ്റെ ഒരു ജൂനിയർ ആണെങ്കിൽ ഇത് ചെയ്യാം, ഹീസ് വെരി എക്സൈറ്റഡ്. ലാസ്റ്റ് എനിക്കത് ചവിട്ടി പിടിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചെയ്യുകയാണെങ്കിൽ ഒരു പവർഫുൾ ആളുടെ കീഴിലുള്ള ഇതാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിഫിക്കൽട്ടി മാനേജ്മെന്റിനെ ധരിപ്പിച്ച് ആ പൊളിറ്റിക്കൽ ഡിറ്റന്റ് ഞാൻ ഒഴിവാക്കേണ്ടത് ചെയ്യുന്നു. അത് കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ചെയ്യാൻ പറ്റി. ആ മാനുവൽ വർക്ക് ചെയ്തിരുന്ന ടീമിനും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റി. കമ്പനിയുടെ മാർജിനൊന്നും അധികം കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് കാണിച്ച ആ വിവേചന ബുദ്ധി ഒരു ചെറിയ കണികകളിൽ മറ്റുള്ളവർ കാണിക്കണമെന്നാണ്. അതായത് ഈ അൺലെസ് എ സിസ്റ്റം വാറന്റ്സ് ഇറ്റ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ടോപ്പ് ഡൗൺ വേൾഡില് ഒരു കമ്പനിയുടെ
പോളിസിയുടെ ഭാഗമാണ്. ഇഫ് സംതിങ് ഡു ഇറ്റ്, അത് വേറെ ചെയ്യാനൊന്നും ഇതൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്കോർ സെറ്റിൽ ചെയ്യാനോ ഇനി എനിക്കിത് കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ സിസ്റ്റത്തെ കുളമാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോ ഈ ഒരു ഇതുണ്ട്, ഒരു മാനേജർ ഒരു സബോർഡിനേറ്റോട് പറഞ്ഞു, ഇവിടെ നിനക്ക് 5 ലിറ്റർ വെള്ളം ഇത് ചെയ്യാം, ഇവിടെ ഉള്ളവർക്കൊക്കെ 2 ലിറ്റർ വെള്ളം കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എന്റെ പ്രോബ്ലം എന്താ വെച്ചാല്, നീ 5 ലിറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അവരുടെ 2 ലിറ്റർ 10 എന്റെ കപ്പാസിറ്റിയുടെ കൊണ്ട് ഒതുങ്ങും. അപ്പൊ അതേമാതിരി, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആംഡ് വിത്ത് ദീസ് ടൂൾസ്, പിന്നെ ഇൻ എൻ ഐഡിയൽ വേൾഡ് വാട്ട് ക്യാൻ ബി ഡൺ എന്നുള്ള വിചാരം വെച്ചിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ പിന്നെ സസ്റ്റൈനബിലിറ്റി, പിന്നെ ഇതെങ്ങനെ ഈ ടോക്കൺ കോസ്റ്റ് കുറയ്ക്കാം, ഇനി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇത് കുറയാനൊന്നും പോകണമെന്നില്ല. കാരണം വരുന്ന മോഡൽസ് ഒക്കെ കമ്പ്യൂട്ടേഷൻ ഇന്റൻസീവ് ആണ്. അപ്പോ അത്രയും GPU കിട്ടാനില്ല. ഇനിയിപ്പോ കിട്ടിയാൽ തന്നെ ഇപ്പൊ പഴയ GPU ഒക്കെ മറ്റേ ഇപ്പൊ ഒരു GPU കമ്പ്യൂട്ടേഷനിൽ തന്നെ ഇപ്പൊ TPU റാമ്പ് എന്ന് വെച്ചോ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പൊളിച്ച് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും. അപ്പോഴേക്കും വേൾഡിന്റെ എൻവയോൺമെന്റ് ഒന്നും കാണില്ല. അപ്പോ ഈ ഒരു AI എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു ഡിസ്ട്രക്റ്റീവ് ലെവലിലോട്ടാണ് ഹ്യൂമൻസ് യൂസ് ചെയ്യുന്നത്. ഏത് ടൂളും ഒരു കൺസ്ട്രക്റ്റീവ് യൂസിനാണ് ശ്രമിക്കേണ്ടത്. ഈ തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് മച്ച് ദ വേ പീപ്പിൾ തിങ്ക്. ഇനി ലാൻഡ് ലേബർ ക്യാപിറ്റല്, ഈ എന്താ പറയാ, ഓട്ടോമേഷൻ വിൽ മേക്ക് എ മോർ ഹ്യൂമൻ ഇന്റൻസീവ് വേൾഡ് എന്നാണ് ഇതുവരെയായിട്ടുള്ളത് തന്നെ. ആൻഡ് ദിസ് ഈ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വെച്ചിട്ട് ദ വേ പീപ്പിൾ ആർ യൂസിങ് ദ ടെക്നോളജി, ഈ സിസ്റ്റംസ്, ഈ ഓട്ടോമാറ്റിക് സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഹ്യൂമൻസിന് വേണ്ടി വരും. ചിലപ്പോൾ വേൾഡ് വിൽ ബിക്കം എ ബെറ്റർ പ്ലേസ് ബിക്കോസ് മോർ ഹ്യൂമൻസ് ക്യാൻ ബി എംപ്ലോയിഡ് ടു ഹ്യൂമൻ ഇൻ ദ ലൂപ്പിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ ഉള്ളിലോട്ട് ഈ ടെക്നോളജിയുടെ ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഇൻ ആൻ ഐഡിയൽ വേൾഡ് നടക്കും. അതിപ്പോ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചാൽ വരിക, എല്ലാവരും ഞാൻ പറയുന്നു കുറച്ചു കാലം കേട്ടിരുന്നെങ്കിൽ എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുമല്ലോ, എന്താണ് അവർ കേൾക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്, ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഇത് റിസോൾവ് ചെയ്യാനാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം. ഇനിയിപ്പോ ഏജൻസിന്റെ ടെക്നോളജി വരുമ്പോൾ തന്നെ ഈ കോമ്പറ്റീഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ഥലത്തും കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് ആണ് അവിടുത്തെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഏജൻസിൽ എങ്ങനെ ഈ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യണമെങ്കിൽ ഗെയിം തിയറിറ്റിക്കൽ മോഡൽസ് ഒക്കെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിലൊക്കെ കൊള്ളാം. പക്ഷെ പല ഈ ന്യൂആൻസസ് ഈ ഫേസ് ചെയ്യാനൊക്കെ പല ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഈ ആഫ്റ്റർ കപ്പിൾ ഓഫ് ഇയേഴ്സ് മോസ്റ്റ് പീപ്പിൾ വിൽ ആക്ച്വലി ഗെറ്റ് ബാക്ക് ടു ദർ പ്രോപ്പർ ബിസിനസ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എയുടെ പേരും പറഞ്ഞ് understand AI technology, how it works and where it can be deployed. At a local level, you can do it, but don't try to project it as your core skill or something. At a physical level, things haven't changed much. The way we organize has changed for sure. അപ്പോൾ ഈ എന്താ പറയുക, ഹ്യൂമൻസിനെ എലിമിനേറ്റ് ചെയ്ത് ഇൻഫിനിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഇതൊന്നും മറ്റേ ഒരു മന്ദബുദ്ധിയുടെ ലക്ഷണമാണ്. അതായത് ലോകത്തിന്റെ സിസ്റ്റങ്ങളെ കുറിച്ച് പലർക്കും വിവരമില്ലാന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നത് ഏറെ എന്തൂസിയാസം കാണുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, മാക്സിമം എന്തുണ്ടാവും, ഓക്കെ, ഇഫ് യു മിസ്ഡ് ഔട്ട് യു വിൽ, അതായത് ഒന്നാമതെ ഇത് ബബിളാണെന്നല്ല, അതായത് ഇതൊരു ഇല്യൂഷനാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഡു എനി ഗുഡ് ഫോർ ദ വേൾഡ് ഓർ ദ ഇൻഡിവിജ്വൽ കൺസേൺ. ഓക്കെ, അപ്പോ കുറച്ചു പേർക്ക് എന്താ പറയാ പൈസ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ ഒരു എന്താ പറയാ, ഈ നിങ്ങൾ മാത്രം പൈസക്കാരാവുക, ചുറ്റുള്ളൊരു ദരിദ്രരാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോണ്ട്. ഇനിയിപ്പോ നിങ്ങളിപ്പോ ദരിദ്രനായി ചുറ്റുള്ളൊരു പൈസക്കാരാണെങ്കിൽ അവര് നിങ്ങൾക്ക് എന്തെങ്കിലും ധർമ്മമെങ്കിലും തരും. അപ്പൊ ഈ ഉള്ള ലൈഫ്, അതായത് ആ ലൈഫിന്റെ എന്താ പറയാ, ഏടെ ഈ ബാൻഡ് വാഗണില് കാണാതെ ചുറ്റും നടക്കുന്ന പ്രസ്സിംഗ് പ്രോബ്ലംസ് എന്താണെന്ന് നോക്കി ജീവിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് നോക്കണം. ഇപ്പൊ ഇതിനെതിരെ കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പക്ഷേ ഐ തിങ്ക് പ്രോബബിലി ഞാൻ കറക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൺ ഇഫ് ഐ എം റോങ്,
ഐ എം ഗിവിങ് യു എ വാർണിംഗ് ദറ്റ് ഓക്കെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഇനി എന്തെങ്കിലും ഇതിലെന്തെങ്കിലും പൊട്ടത്തറുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഐ എം വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക്. But I don't think AI is going to make such an impact. It will restructure the world to unknown, where ആദ്യം മുതൽ സോഷ്യോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും എല്ലാം, അതായത് ഒരു എന്താ പറയാ, അതന്നെ ഡിജിറ്റൽ ടെക്നോളജിയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്റർനെറ്റ് വാസ് എ വൻ വിജയം. ആ ഇന്റർനെറ്റ് ഉണ്ടാക്കിയ സായിപ്പ്മാർക്ക് എന്താ പറ്റിയേ? അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ചൈനയും ഇന്ത്യയൊക്കെ വന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ഇനി മറ്റേ ഈ AI ഇറക്കി വിട്ടിട്ട് ലാസ്റ്റ് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഡാറ്റയൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ മറ്റു കൺട്രീസിന്റെ കയ്യിലായിരിക്കും. അപ്പോ എന്താ പറയാ, ഈ ചൈന തന്നെ എമർജാസ് വിന്നർ, ആ ഒരു പേടിയിലാണ് ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ വിൻ ചെയ്താൽ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ വാറില്ല ചൈന വേഴ്സസ് US ഉണ്ടായിരുന്നു എന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോ ഒരു ഡിസ്ഫങ്ഷണൽ സൊസൈറ്റീനെയാണ് കിട്ടിയത്. ഇപ്പൊ വെസ്റ്റ് ഇസ് ഗോൺ ബിക്കോസ് ഓഫ് ദി സോഷ്യൽ മീഡിയ. അതായത് സോഷ്യൽ മീഡിയ കാരണം കുറെ പേരെ എംപവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ. പക്ഷെ അതിലും കൂടുതൽ മെസ്സാണ് ഇപ്പൊ അത് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, ഈ സ്ക്രോളിങ്ങും ഈ എന്താ പറയാ അനലോഗ് ലൈഫായിട്ടുള്ള, അതായത് റിയൽ ലൈഫ്, അതായത് മനുഷ്യന്റെ ക്രീച്ചർ അല്ലെങ്കിൽ ആ മൃഗത്വത്തെ മറന്നുകൊണ്ടുള്ള ഒരു ലൈഫാണ് ഉണ്ടാക്കിയേക്കുന്നത്. സോ അപ്പൊ എന്റെ ആഹ്വാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു അനലോഗ് ലൈഫ് ഉണ്ട്, നിങ്ങൾക്കൊരു മൃഗതൃഷ്ണ എന്നല്ല, മൃഗത്വമാണ്. ആ മൃഗത്വം കളയാതിരിക്കുക. ലീവ് ലൈക്ക് എ ക്രീച്ചർ, നോട്ട് എസ് എ മെഷീൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.